കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ റോയ് തോമസിന്റെ മരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് മൊഴി. റോയ് തോമസിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഡോക്ടർ കെ പ്രസന്നനാണ് കോടതിയിൽ മൊഴി നൽകിയത്. ജോളിയുടെ ആദ്യ ഭർത്താവാണ് റോയ് തോമസ്. റോയിയുടെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. ഷബീർ അമർ ചേരുന്നുണ്ട്. ഷബീർ, എന്താണ് ഈ ജോളി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? ധന്യ, ഏറ്റവും നിർണായകമായ ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ കെ പ്രസന്നന്റെ മൊഴി ഈ കേസിൽ നിർണായകമാകുമെന്നാണ് പ്രോസിക്യൂഷൻ കണക്കാക്കുന്നത്. അതായത് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ മരണം അത് സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്നാണ് ഡോക്ടർ കെ പ്രസന്നൻ മൊഴി നൽകിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും രാസപരിശോധന ഫലത്തിലും ശരീരത്തിൽ സയനൈഡ് കലർന്നതായി കണ്ടെത്തിയെന്നാണ് ഡോക്ടർ കെ പ്രസന്നൻ മൊഴി നൽകിയിരിക്കുന്നത്. മരിക്കുന്നത് അന്ന് ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ മറ്റൊരാളായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആർ സോനു, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം മരിച്ചിരുന്നു. തുടർന്നാണ് അന്നത്തെ വകുപ്പ് ായിരുന്ന ഡോക്ടറുടെ മൊഴി സാക്ഷി വിസ്താരത്തിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ മൊഴിയിലാണ് ഈ സയനൈഡിന്റെ അംശം ശരീരത്തിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിലും രാസപരിശോധനയിലും കണ്ടെത്തിയെന്ന് മൊഴിയുള്ളത്. എന്തായാലും ഈ റോയ് തോമസ് കൊല്ലപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിസ്താരം അതുമായി ബന്ധപ്പെട്ട നടക്കുന്നത്, കോടതിയിൽ നടക്കുന്നത്. അതിലാണ് ഏറ്റവും നിർണായകമായ ഒരു മൊഴി ലഭിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ കണ്ടെത്തലിനെ ശരിവെക്കുന്ന നിർണായകമാകുമെന്ന് ന്റെ വിലയിരുത്തൽ. ഈ റോയ് തോമസ് ഉൾപ്പെടെ 6 പേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ, അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിൽ മറ്റ് കേസ്